അദാനിയുടെ 49% ഷെയർ യഥാർത്ഥത്തിൽ അദാനി ഇതേവരെ ചെലവാക്കിയതിൻ്റെ ആകെ തുക ഏതാണ്ട് 3000 കോടിക്ക് താഴെയാണ്. 3000 കോടി പോലും ഇതേവരെ ചെലവാക്കിയ പണമില്ല. 13,000 കോടിക്കാണ് 49% അവരുടെ ഷെയർ. എത്രയായിരം കോടിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വ്യത്യാസം. ഇപ്പോൾ 3000 കോടി പോലും ഇതുവരെ ചിലവാക്കാത്ത അദാനി കമ്പനി 13,000 കോടിക്ക് അവരുടെ ഷെയറിൻ്റെ 49% ഗവൺമെൻറ് സമ്മതിക്കാതെ, അങ്ങനെയാണല്ലോ കാണേണ്ടത്. 25%-ലധികം ഷെയറുകൾ കൈമാറുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് കരാറിലെ വ്യവസ്ഥ. ആ വ്യവസ്ഥയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. കാരണം ഞങ്ങളും വി.ഡി. സതീശനും തമ്മിലുള്ള ഡീൽ അടിസ്ഥാനപ്പെടുത്തി എന്തും തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ ഗുരുതരമായ പ്രത്യാഘാതം. ലോകത്തിലെ ശ്രദ്ധേയമായ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തന്ത്രപ്രധാനമായ ഒരു തുറമുഖം കൂടിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്. അതിൻ്റെ രാജ്യരക്ഷാപരമായിട്ട് ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടു. അതേപോലെ തന്നെയാണ് അതിൻ്റെ വളർച്ചയിൽ പുസ്തകവൽക്കരിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കപ്പലിൽ ഇറക്കാനും അതിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് മുമ്പോട്ടേക്ക് പോകാനും കഴിയുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിലാണ്, മൾട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ തുറമുഖം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. ഇത് മുഴുവൻ ഒരു കമ്പനിക്ക് തീരെഴുതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യമാണ് വരുന്നത്. ഇനിയിപ്പോഴും 25% ഷെയർ മാറ്റാൻ ഗവൺമെൻറ് സമ്മതം വേണം എന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ഈ 25%-ലധികം ഷെയർ വിൽക്കുന്നതിന് മാറ്റുന്നതിന് അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയണം.